ഇത് ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂറ്റിയാണ്. സോ വെൽക്കം ബാക്ക് ടു ബാൻഫ്. അങ്ങനെ നെക്സ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായ ലേക്ക് ലൂയിസ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് ബാൻഫ് നാഷണൽ പാർക്കിൻ്റെ വൺ ഓഫ് ദ ഐക്കോണിക് സ്പോട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് സൂപ്പർബാണ്. നിങ്ങൾ തന്നെ കണ്ടോളൂ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇങ്ങനെ മൗണ്ടൻസിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒഴുകുന്ന ലേക്കും. അപ്പോൾ ഇത് മെയിനായിട്ടും ഇതിൻ്റെ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ആ ലേക്കിൻ്റെ കളറാണ്, ഒരു ടർക്കോയിഷ് കളറാണ്. പിന്നെ ഇതിൻ്റെ ഗ്ലേഷ്യർ ഫെഡ് വാട്ടറും കൂടിയാണിത്. അതായത് നമ്മുടെ മഞ്ഞുരുകുന്ന വെള്ളവും കൂടിയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആ വ്യൂ ഒക്കെ ആസ്വദിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേക്ക് ലൂയെ ഫേസ് ചെയ്തിരിക്കുന്ന ഫേമസ് ലക്ഷറി ഹോട്ടലായ ഫെയർമൗണ്ട് ഹോട്ടലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടൽസ് കൂടിയാണ്. ഇത് വളരെ എക്സ്പെൻസീവായ ഒരു ഹോട്ടലും കൂടിയാണ് കേട്ടോ. ഈ ഫെയർമൗണ്ട് ഹോട്ടൽ 1890-ലാണ് കനേഡിയൻ പസഫിക് റെയിൽവേ ആണ് ഫസ്റ്റ് ഇത് ബിൽഡ് ചെയ്തത്. അന്ന് ഇത് ചെറിയൊരു മരം വെച്ചുള്ള ചെറിയൊരു ഹോട്ടലായിരുന്നു. പിന്നീട് ലേറ്റർ ഓൺ ആണ് ഇത് ഇത്രയും വലിയൊരു ഹോട്ടലായി രൂപാന്തരപ്പെട്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മോർ ദാൻ 700 കൂടുതൽ റൂംസൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലേക്ക് ലൂയിസിൽ വരെയാണെങ്കിൽ തന്നെ നമുക്ക് ഗൊണ്ടോള ടൂർ എടുക്കാം. അതൊരു കേബിൾ കാർ ടൂറാണ്. അതെടുത്ത് നമുക്ക് ഈ മൗണ്ടൻസിൻ്റെ ഇതിൻ്റെ എല്ലാം വ്യൂസ് കാണാം. പിന്നെ ട്രെയിലുണ്ട്, പിന്നെ കനോയിങ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ പല പല സമ്മർ ആക്ടിവിറ്റീസും ഉണ്ട്, വിൻ്റർ ആക്ടിവിറ്റീസും ഉണ്ട്. വിൻ്റർ സമയത്ത് ഈ ലേക്ക് ഫ്രോസനായിട്ട് കിടക്കുന്ന സമയത്ത് നമുക്കതിൽ സ്കേറ്റിങ്ങും ഒക്കെ ചെയ്യാനുള്ള ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ വിൻ്ററിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം അവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി കണ്ടിട്ട് പോകാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു നേച്ചറിൻ്റെ ഗിഫ്റ്റും കൂടിയാണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാകട്ടെ. ബാൻഫിൽ വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് മിസ് ചെയ്യരുത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സൈറ്റാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്കും നല്ലൊരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറേ നടന്ന് അതിൻ്റെ ക്ലോസ് ആയിട്ട് പോകാം കേട്ടോ. ആ മൗണ്ടൻ്റെ ഏതാണ്ട് അടുത്ത് വരെ നമുക്ക് ഇങ്ങനെ വാക്ക് വേ ഉണ്ട്. നമുക്ക് നടന്ന് അതിൻ്റെ അടുത്തൊക്കെ പോവാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഡ്രോ ചെയ്യുന്നുണ്ട്, മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, ഗിറ്റാറൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, പറയാൻ പറ്റുന്നില്ല, നമുക്കൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തോന്നുന്നത്. വല്ലാത്തൊരു പീസ്ഫുൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് പോയത് നമ്മളൊരു റോക്ക് പൈൽ ഒരു ട്രെയിലാണ് പോയത്. അത് എനിക്ക് ഫുൾ റോക്കാണ്, അതാണ് ആ പേര് തന്നെ വീണത് കേട്ടോ. അത് നമുക്കിങ്ങനെ നടന്ന് ഇതൊരു ട്രെയിലാണ്, ഇങ്ങനെ നടക്കാനുള്ള സ്പേസുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് ഓഫ് ദ മൗണ്ടനിൽ പോവാം, നടന്ന് പോവാം. അപ്പോൾ ഈ പോണ വഴി തന്നെ അവിടെ ലേക്കുണ്ട്. അപ്പോൾ ഇത് ലേക്ക് മൊറീനാണ് നമ്മൾ കാണുന്നത് ഉണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ടോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ വ്യൂ കാണാം. അപ്പോൾ ഏറ്റവും ഫോട്ടോയ്ക്ക് പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണിത്. അപ്പം നമ്മളിങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 45 മിനിറ്റ്സോളം ഉണ്ട്. വാക്ക് ചെയ്യുമ്പോൾ കണക്കുള്ള കൊച്ചു ഇങ്ങനെ അണ്ണാന് കാണാം കേട്ടോ. വളരെ ചെറുതാണ്, നമ്മളെ നാട്ടിൽ കാണുന്ന കണക്കല്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തിയിട്ടുള്ള ഒരു വ്യൂ, ഓ മൈ ഗോഡ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. ആ വ്യൂസ് എന്ന് പറയുന്ന അപ്പോൾ ലേക്കും ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഈ കനേഡിയൻ റോക്കി മൗണ്ടൻസ് കാണാം. അതിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്പോട്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നിന്നാൽ നമുക്ക് ഫുൾ വ്യൂ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ലേക്കും ഉണ്ട്. ആ ലേക്ക് മൊറീനാണ് കാണുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഇവിടെ ഒരുപാട് ലേക്കുണ്ട് കേട്ടോ. എല്ലാ ലേക്കിനും ഓരോ ലേക്ക് ലൂയിസ്, ലേക്ക് എമറോൾ, ലേക്ക് മൊറീൻ, അങ്ങനെ ഒരുപാട് പേരിലുള്ള ലേക്കുകളുണ്ട് കേട്ടോ. അപ്പം ഫേമസ് ആയിട്ടുള്ള കുറേ സ്പോട്ടിലാണ് നമ്മളെ കൊണ്ട് ഇറക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചെറിയ സ്ഥലത്തൊന്നും അവർ കൊണ്ടുപോകില്ല അങ്ങനെ, കാരണം എല്ലാം നമ്മൾ കവർ ചെയ്ത് വരാൻ പറ്റില്ല. അപ്പം മെയിനായിട്ടുള്ള സ്പോട്ടുകളിൽ മൊത്തം അവർ ഇതെനിക്ക് ഷട്ടിലിൽ കൊണ്ട് ഇറക്കി കാണിക്കും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാം, കുറേ താഴെ ഇറങ്ങി ആ ലേക്കിൻ്റെ അടുത്ത് വരെയൊക്കെ പോവാം കേട്ടോ. സോ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ അതേ കണ്ടോ, അതിൻ്റെ വ്യൂസ് കണ്ടോ. മഞ്ഞിങ്ങനെ സ്നോ കവർ ചെയ്ത് കിടക്കുകയാണ് എല്ലാം.
ഇതിപ്പോൾ ജൂണായിട്ട് കൂടി സ്നോ കവർ കിടക്കും. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ബാൻഫിലെ സെക്കൻഡ് ഡേയ്സ് ആയിരുന്നു അത്. അങ്ങനെ വൈകിട്ടൊരു 7 o'clock ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി തേർഡ് ഡേയുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക. സി യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.